ഇപ്പോൾ ആലപ്പുഴയിൽ കോടിയേരി സംസാരിക്കുകയാണ്. അതിലേക്ക്. വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്തും. ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. BJP ഇന്നലെ മുന്നോട്ട് വെച്ച സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമായാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഏകീകൃതമായ സിവിൽ കോഡ്, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കൽ, ജമ്മു കാശ്മീരിന് ചില പ്രത്യേക അവകാശം നൽകുന്ന ഭരണഘടനയിലെ 35A വകുപ്പ് എടുത്തു കളയൽ, പൗരത്വ ബിൽ മുസ്ലിമുകൾക്കെതിരായ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്ത്യയിൽ പൗരത്വം നൽകും എന്നുള്ള വിധത്തിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുമെന്നുള്ള വാഗ്ദാനം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. ഇതിൻ്റെ അനന്തരഫലം ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം എല്ലാ അവകാശങ്ങളും ലഭ്യമാവുകയും മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരെ രണ്ടാം തരക്കാരായി മാറ്റുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത് പ്രാവർത്തികമായാൽ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. രാമക്ഷേത്രം നിർമ്മിക്കും എന്നുള്ള വാഗ്ദാനം 1992 ശേഷം നടന്ന എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും BJP മുന്നോട്ട് വെക്കുന്ന ഒരു വാഗ്ദാനമാണ്. ഇത് ഇലക്ഷൻ കാലത്ത് വർഗീയതയുണ്ടാക്കാൻ, മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ച് ഹിന്ദുത്വ വോട്ട് ബാങ്ക് നിലനിർത്താനാണ് എല്ലാ ഇലക്ഷനിലും ഈ മുദ്രാവാക്യം BJP ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സങ്കല്പവും BJP ഇന്നലെ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതിൽ വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സുപ്രീം കോടതി മുമ്പിൽ സമർപ്പിക്കാം എന്നാണ് ഇന്നലത്തെ പ്രഖ്യാപനത്തിൽ പറയുന്നത്. സുപ്രീം കോടതിയുടെ മുമ്പിൽ 12 കൊല്ലം ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് നടന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പോലും BJP നിലപാട് സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ NDA ഭരണം, BJP ഭരണം 2014 വന്നതിന് ശേഷവും BJP ഗവൺമെൻറ് നിലപാട് എന്താണ് എന്ന് സുപ്രീം കോടതി അറിയിക്കാൻ ഒരു ഘട്ടത്തിലും BJP ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പ്രഖ്യാപിച്ചതിന് ശേഷം സുപ്രീം കോടതിയിൽ നിരവധി സംഘടനകൾ റിവ്യൂ ഹർജി കൊടുത്തു. ആ സന്ദർഭത്തിൽ റിവ്യൂ ഹർജി കൊടുക്കണം, അങ്ങനൊരു നിലപാട് BJP ഗവൺമെൻറ് സ്വീകരിച്ചില്ല. എന്നാൽ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി പരിഗണിച്ച സന്ദർഭത്തിലും കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സുപ്രീം കോടതി അറിയിക്കാൻ തയ്യാറായില്ല. കോടതി പിരിഞ്ഞപ്പോഴാണ് വക്കീലിന് പോയിന്റ് തോന്നുന്നത്. ആ സന്ദർഭത്തിലെല്ലാം നിലപാടുകൾ വ്യക്തമാക്കാത്ത BJP ഇനി ഏത് സന്ദർഭത്തിൽ സുപ്രീം കോടതിയിൽ ഇടപെടുമെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇത് വിശ്വാസികളെ കബളിപ്പിക്കാനാണ്, ഭക്തജനങ്ങളെ കബളിപ്പിച്ച് ആകർഷിക്കാനുള്ള BJPയുടെ തന്ത്രമാണ്. ഇത്തരത്തിലൊരു കാര്യം സങ്കല്പ പത്രികയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്നലെ BJP മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള സൂത്രവിദ്യകൾ മാത്രമാണ് എന്ന് വ്യക്തമാണ്. BJPയുടെ മാനിഫെസ്റ്റോ എന്നവർ പറഞ്ഞു കണ്ടില്ല, സങ്കല്പമാണല്ലോ. അതിൽ പറയുന്നത് ഗാവ്, ഗരീബ്, കിസാൻ, ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മുദ്രാവാക്യം. മലയാളീകരിച്ചാൽ ഗ്രാമം, ദരിദ്രൻ, കർഷകൻ.
5 വർഷം BJP ഇന്ത്യ ഭരിച്ച കാലത്ത് ഗ്രാമങ്ങളോട് സ്വീകരിച്ച സമീപനം എന്താണ്? അത് പറഞ്ഞിട്ടല്ലേ ഗ്രാമത്തെക്കുറിച്ചുള്ള സങ്കല്പം BJP മുന്നോട്ട് വെക്കേണ്ടത്? 5 വർഷം BJP ഇന്ത്യ ഭരിച്ചപ്പോഴാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം വർദ്ധിക്കുകയും ഇവിടെ 119 ശതകോടീശ്വരന്മാർ സമ്പത്ത് കുന്നുകൂട്ടുകയും ചെയ്തത്. ഇന്ത്യ രാജ്യത്തിൻ്റെ മൊത്തം സമ്പത്തിൻ്റെ 52% ഈ 119 ശതകോടീശ്വരന്മാർ കൈയടക്കിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷമാണ് ഈ 119 ശതകോടീശ്വരന്മാർക്ക് ഒരു വർഷം കൊണ്ട് 22 ലക്ഷം കോടി രൂപയുടെ വരുമാന വർധനവുണ്ടായത്. രാജ്യത്ത് ദരിദ്രരുടെ സ്ഥിതി ദയനീയമാക്കിയ ഭരണമായിരുന്നു BJPയുടെ 5 വർഷക്കാലത്തെ ഭരണം. ഇപ്പോഴവർ ഇലക്ഷൻ വരുമ്പോഴാണ് ദരിദ്രരെക്കുറിച്ച് ഓർക്കുന്നത്. ഇലക്ഷൻ വന്നതുകൊണ്ടാണ്. കർഷകൻ കുറിച്ച് ഓർക്കാൻ ഇപ്പോഴാണ് 5 കൊല്ലം പൂർത്തീകരിക്കുമ്പോഴാണ് BJPക്ക് സാധിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു കാർഷിക ചെലവിൻ്റെ 1.5 ഇരട്ടി തുക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില നൽകും, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും എന്നത്. 5 കൊല്ലം അധികാരം കിട്ടിയിട്ട് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് മറച്ചു നോക്കാൻ പോലും BJP ഗവൺമെൻറ് തയ്യാറായില്ല. 60,000 കർഷകരാണ് 5 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത്. കാർഷിക മേഖലയിൽ കോർപ്പറേറ്റ് വൽക്കരണം നടപ്പാക്കിയതിൻ്റെ ദുരന്തമാണ് ഇന്ത്യയിലെ കാർഷിക മേഖല നേരിടുന്നത്. ആ നയം മാറ്റെന്ന് പറയാൻ BJP തയ്യാറാവുന്നില്ല. ഭൂപരിഷ്കരണം നടപ്പിലാക്കുമെന്ന് പറയാൻ BJP തയ്യാറല്ല. പിന്നെ എങ്ങനെയാണൊരു മാറ്റം കാർഷിക മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത്? ഇന്ത്യയിലെ കൃഷിക്കാർ, ദുരിതത്തിലായ കൃഷിക്കാർ ഏറ്റവും വലിയ സമരങ്ങൾ ചെയ്തത് ഈ 5 കൊല്ലത്തിനിടയിലാണ്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കർഷക സമരങ്ങളാണ് ഈ കാലയളവിലുണ്ടായത്. മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും നടന്ന കർഷക കലാപങ്ങൾ രാജ്യത്തൊരു പുതിയ അനുഭവമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കിസാൻ സഭ മുൻകൈയെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ലോങ് മാർച്ച് ഇന്ത്യയിലെ കർഷകരെ ഉണർത്തി. മധ്യപ്രദേശിൽ BJP ഗവൺമെൻറ്റാണ് 6 കർഷകരെ വെടിവെച്ച് കൊന്നത്. ഇപ്പോൾ പുതുതായി ഇലക്ഷനെ വീണ്ടും അഭിമുഖീകരിക്കുമ്പോൾ കർഷകരെക്കുറിച്ച് സംസാരിക്കുന്നത് വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ്. അധികാരത്തിലെത്തിയാൽ കർഷകരെ മറന്നവർ വീണ്ടും ജനങ്ങളെ സമീപിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർക്കുന്നത്. നോട്ട് നിരോധനം വഴിയും GST വഴിയും ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾക്ക് വിധേയമായത് ഗ്രാമങ്ങളിലെ ജനങ്ങളും ദരിദ്ര ജനവിഭാഗങ്ങളും കർഷകരുമായിരുന്നു. അത് മറച്ചുപിടിക്കാനാണ് ഗാവ്, ഗരീബ്, കിസാൻ എന്ന മുദ്രാവാക്യവുമായി BJP ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇത്തരം പ്രചരണങ്ങളൊന്നും കേരളത്തിൽ ജനങ്ങളെ ആകർഷിക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വാഗ്ദാനങ്ങളെല്ലാം അതെല്ലാം ഒരു കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്നാണ് കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് ശ്രീധരൻപിള്ള കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത്. നിതിൻ ഗഡ്കരി കേന്ദ്രത്തിലെ മന്ത്രിയും നേരത്തെ പറഞ്ഞു ഈ മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കാനുള്ളതല്ല എന്ന്. അതുകൊണ്ട് അവർക്ക് ഈ മാനിഫെസ്റ്റോവിനോടും യാതൊരു ആത്മാർത്ഥതയുമില്ല. ഇന്നലെ അവർ പറഞ്ഞതുപോലെ വെറും സങ്കല്പങ്ങളാണ് BJPയുടെ മാനിഫെസ്റ്റോ. അത് യാതൊരുവിധ അനുകൂല ഘടകങ്ങളും കേരളത്തിൽ BJPക്ക് അനുകൂലമായി ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് വസ്തുത. ദേശീയ തലത്തിൽ 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്ന BJP ഭരണം ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് 5 സംസ്ഥാനങ്ങൾ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ 5 സ്ഥലത്തും BJPക്ക് പരാജയമാണ് സംഭവിച്ചത്. ഇതിൻ്റെ ഫലമായി BJP ഗവൺമെൻറ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഈ ഒറ്റപ്പെടലാണ് BJPയുടെ നേതൃതലത്തിൽ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അസ്വാരസ്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും BJP ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടു വരുന്നു എന്നതിൻ്റെ തെളിവാണ്. BJPയുടെ സ്ഥാപക നേതാക്കന്മാരായ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും പരസ്യമായ അസംതൃപ്തി ഇപ്പോൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ലോകസഭാ സ്പീക്കർ സുമിത്ര മഹാജനും ഇപ്പോൾ അസംതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചു. BJPയുടെ MP ശത്രുഘ്നൻ സിൻഹ BJP വിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ശാസ്ത്രലോകം BJPക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. 150 ശാസ്ത്രജ്ഞന്മാർ ഒപ്പിട്ട പ്രസ്താവന പുറത്തു വന്നു കഴിഞ്ഞു. അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരാണ്, BJPക്ക് എതിരാണ്. 70 ചലച്ചിത്ര പ്രതിഭകൾ, അറിയപ്പെടുന്ന ചലച്ചിത്രകാരന്മാർ ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മതനിരപേക്ഷത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് പരസ്യമായി അഭിപ്രായപ്പെട്ട് കഴിഞ്ഞു. സാഹിത്യരംഗത്തും നാടകരംഗത്തും പ്രവർത്തിക്കുന്ന 600 നാടക കലാകാരന്മാരാണ് ഈ BJP ഗവൺമെൻറ്റിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ മുൻകാലങ്ങളിൽ പ്രതികരിക്കാതെ മൗനം പാലിച്ചിരുന്നവർക്ക് പോലും ആ മൗനം ഉപേക്ഷിച്ച് ഈ ആപത്ത് മനസ്സിലാക്കി ഈ ഇലക്ഷനിൽ പ്രതികരിക്കേണ്ടുന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ജനാധിപത്യം സംരക്ഷിക്കാനും മതനിരപേക്ഷത രക്ഷിക്കാനും സ്വതന്ത്ര പരമാധികാരം കാത്തുസൂക്ഷിക്കാനും കഴിയണമെങ്കിൽ BJP അധികാരത്ത് പോവുക തന്നെ വേണം. BJP അധികാരത്ത് പുറത്താക്കി കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ രൂപീകരിക്കണം. അതാണ് ഇടതുപക്ഷ സർക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതിനുവേണ്ടി ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച് ലോകസഭയിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം വർദ്ധിപ്പിക്കണം. ഇടതുപക്ഷം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭരണ സംവിധാനം, ഒരു ബദൽ സംവിധാനം ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഒരു ബദൽ സംവിധാനം ഈ രാജ്യത്തുണ്ടാകും. അതിന് സഹായകമായ വിധത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയെടുക്കാനാണ് CPIM ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത്. അതിൽ ഇടതുപക്ഷത്തിന് ഏറെ മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സംസ്ഥാനമായിട്ടാണ് കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. 2004 BJP സർക്കാർ അധികാരത്തിലിരുന്ന സന്ദർഭത്തിലായിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ചിരുന്നത്. വാജ്പേയി സർക്കാർ 5 വർഷം പൂർത്തീകരിച്ച് അതിനു മുമ്പ് 1 വർഷവും ഭരിച്ച് 6 വർഷത്തെ BJP ഭരണം വാജ്പേയി ഭരണത്തിന് ശേഷമാണ് 2004 ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. ആ 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു. ആ അഭ്യർത്ഥന സ്വീകരിച്ചൊരു സംസ്ഥാനമായിരുന്നു കേരളം. 2004 കേരളത്തിൽ കോൺഗ്രസിന് 1 സീറ്റ് പോലും ജയിക്കാൻ സാധിച്ചില്ല. 20-ൽ 18 സീറ്റ് ഇടതുപക്ഷം ജയിച്ചു. ആ 18 ഇടതുപക്ഷ MPമാർ BJP ഇതര ഗവൺമെൻറ് രൂപീകരിക്കാൻ സുപ്രധാനമായ പങ്കുവഹിച്ചു. കേരളത്തിൽ നിന്ന് ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചിട്ടില്ലെങ്കിലും BJPയുടെ ഒരു ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ കഴിയും എന്ന് 2004 തെളിയിച്ചു. അതിന് അനുസൃതമായ ഒരു സ്ഥിതിവിശേഷമാണ് 2019 ഇപ്പോൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. AK ആൻ്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞു, കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചാൽ കേന്ദ്രത്തിൽ BJP വരുമെന്ന്. 2004 കേരളത്തിൽ ഇടതുപക്ഷം 18 സീറ്റ് ജയിച്ചതുകൊണ്ടാണ് AK ആൻ്റണിക്ക് പിന്നീട് കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ സാധിച്ചത്. ഇടതുപക്ഷത്തിനന്ന് കേരളത്തിൽ 18 സീറ്റ് ലഭിച്ചതുകൊണ്ടും
കേരളത്തിൽ നിന്ന് BJPയെ തോൽപ്പിച്ചതുകൊണ്ടുമാണ് അന്നതിന് സാധിച്ചത് എന്ന വസ്തുത ആന്റണി മനസ്സിലാക്കണം. അതുകൊണ്ട് ഇടതുപക്ഷം ജയിച്ചാലാണ് BJP ഗവൺമെൻറ്റിനെ അധികാരത്ത് പുറത്താക്കാൻ കഴിയും എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. ആന്റണി പിന്നെ പറഞ്ഞത് കേട്ടു, കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാലേ BJPയെ പുറത്താക്കാൻ കഴിയുമെന്ന്. 2004 പാർലമെൻറ്റിൽ കോൺഗ്രസ് ലോകസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയിരുന്നില്ല. എന്നിട്ടും BJPയെ പുറത്താക്കാൻ കഴിഞ്ഞില്ലേ? 1989 VP സിംഗ് പ്രധാനമന്ത്രിയായത്. VP സിംഗിൻ്റെ കക്ഷി ലോകസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതുകൊണ്ടല്ല. ഇവിടെ പിന്നീട് 1996 ദേവഗൗഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ദേവഗൗഡയുടെ പാർട്ടി ലോകസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതുകൊണ്ടല്ല ദേവഗൗഡ പ്രധാനമന്ത്രിയായത്. അതുകൊണ്ട് വസ്തുതകൾക്ക് നിരക്കാത്ത വാദഗതികൾ അവതരിപ്പിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള കേരളത്തിലെ മുന്നേറ്റം തടസ്സപ്പെടുത്താൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് നേതൃത്വം പരിശ്രമിക്കുന്നത്. ആ പരിശ്രമം ഇത്തവണ വിജയിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ചില സർവേ റിപ്പോർട്ടുകൾ തുടർച്ചയായി പ്രസിദ്ധീകരിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നു. ഒരു ദൃശ്യ മാധ്യമം മുൻകൈയെടുത്ത് AC നീർസൻ എന്ന് പറയുന്നൊരു കമ്പനിയുമായി ചേർന്ന് ഒരു സർവേ നടത്തിയ റിപ്പോർട്ട് വന്നു. ഇത് വലിയ പ്രാധാന്യത്തിൽ കൊടുത്തതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. ഈ AC നീർസൽ എന്ന് പറയുന്ന സ്ഥാപനം ഒരു അമേരിക്കൻ കമ്പനിയാണ്. ആ അമേരിക്കൻ കമ്പനിയാണ് സർവേ നടത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. ഇപ്പോഴത്തെ സർവേ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. എന്നാൽ 2014 ഇതേ കമ്പനി AC നീർസൻ എന്ന് പറയുന്ന ഈ കമ്പനി അന്നൊരു സർവേ നടത്തിയിരുന്നു. ആ സർവേ റിപ്പോർട്ട് പ്രകാരം സാമ്പിൾ സർവേ നടത്തി അന്ന് പറഞ്ഞത് കോൺഗ്രസ്സിന് 91 സീറ്റ് ലോകസഭയിൽ കിട്ടുമെന്നായിരുന്നു. കിട്ടിയത് എത്രയാ? 44. ഈ സർവേക്കാർ പറയുന്നത് ഒരു 3% എറർ സംഭവിക്കാം. മാർജിൻ ഓഫ് എറർ 3%. പക്ഷേ ഇതെത്രയാണ് എറർ? 108%ആണ് എറർ സംഭവിച്ചത്. 91 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന് അന്ന് കിട്ടിയത് 44. അന്ന് BSP ഉത്തർപ്രദേശിൽ ആ സർവേക്കാരൊന്ന് പറഞ്ഞു BSPക്ക് 17 സീറ്റ് കിട്ടും. പക്ഷേ നീർസൻ സർവേക്കാർ പറഞ്ഞ 17 പറഞ്ഞ സ്ഥാനത്ത് കിട്ടിയത് എത്രയാ? വട്ടപൂജ്യം. BSPക്ക് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കിട്ടിയില്ല. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് അന്ന് ഈ 2014 ഈ സർവേക്കാർ അന്ന് പറഞ്ഞു 11 സീറ്റ് കിട്ടും കോൺഗ്രസിന്. UP കിട്ടിയതെത്ര? 2 സീറ്റ്. ഞങ്ങളെക്കുറിച്ച് വന്ന് പറഞ്ഞു ഈ നീർസൻ സർവേ പശ്ചിമ ബംഗാളിനെ കുറിച്ച്. CPMന് ബംഗാളിൽ 11 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് 2. CPMന് ബംഗാളിൽ 11 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബംഗാളിൽ നിന്ന് കിട്ടിയത് 2 സീറ്റാണ്. ഇത് NDAക്ക് അന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? NDAക്ക് അവരന്ന് പ്രവചിച്ചത് 232 സീറ്റാണ്. കിട്ടിയതോ 300-ലധികം സീറ്റാണ്. അപ്പോൾ അന്ന് 2014 3% എററേ സംഭവിക്കുമെന്ന് പറഞ്ഞ് 100% തെറ്റുകൾ സംഭവിച്ച ഒരു സർവേക്കാരെ ഇത്തവണയും സർവേ നടത്താൻ ഏൽപ്പിച്ച ഈ ടെലിവിഷൻ ചാനലുകാർ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടാണോ ഇവരെ ഏൽപ്പിച്ചത്? ഇതിപ്പോൾ ഇവർ തന്നെ പറഞ്ഞിരിക്കുന്നത് 5103 പേരിൽ നിന്ന് സർവേ നടത്തിയതാണ്. ഈ 5103 പേരുടെ സർവേ നോക്കിയിട്ടാണോ കേരളത്തിൽ തീരുമാനിക്കപ്പെടാൻ പോകുന്നത്? ഈ കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പ് കേരളത്തിലെ 30 തദ്ദേശഭരണ മണ്ഡലങ്ങളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ 30 മണ്ഡലങ്ങൾ കേരളത്തിലെ 12 ജില്ലകളിലായിരുന്നു.
വോട്ട് ചെയ്തത് 52,000 വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് സർവേയിൽ പങ്കെടുത്തത് 5,193 ആ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് 52,000 പേരാണ്. ഫലം എന്തായിരുന്നു? ഇടതുപക്ഷ മുന്നണിക്ക് 45% വോട്ട്, UDFന് 38% വോട്ട്, NDAക്ക് 12% വോട്ട്. ഇത് സങ്കല്പത്തിലുള്ള സർവേ അല്ല. ജനങ്ങൾ വോട്ടർമാർ നേരിട്ട് പോയി വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ് 52,000 വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ വിവിധ മുന്നണിക്ക് കിട്ടിയ വോട്ടിംഗാണ്. ഇതിനു മുമ്പെയുള്ള സർവേ റിപ്പോർട്ടുകളെക്കുറിച്ചും ഓർക്ക് നല്ലതായിരിക്കും. ഇനിയും അടുത്ത ദിവസത്തിൽ ചില സർവേ റിപ്പോർട്ട് വരും. ഇന്നൊരു സർവേ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു CSDS പറയുന്ന ഒരു സർവേക്കാർ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പക്ഷേ വളരെ വിശാലമാണ്. LDFന് 6 മുതൽ 14 വരെ കിട്ടാം, UDFന് 5 മുതൽ 13 വരെ കിട്ടാം എന്ന് പറഞ്ഞിട്ടാണ്. 2 വോട്ടർക്ക് ബുദ്ധിമുട്ടില്ല ഈ സർവേ റിപ്പോർട്ട് നോക്കിയാൽ. എന്നാൽ 2004 കേരളത്തിൽ ആണ് LDFന് ഏറ്റവും കൂടുതൽ പാർലമെന്റ് സീറ്റ് കിട്ടിയ ഒരു ഇലക്ഷൻ 2004. അന്നാണ് ഇടതുപക്ഷത്തിന് 20-ൽ 18 കിട്ടിയത്. ആ കാലത്തെ സർവേ റിപ്പോർട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാരൊന്ന് എടുത്തു നോക്കിക്കൊള്ളൂ. ഇലക്ഷന് മുമ്പുള്ള സർവേ റിപ്പോർട്ട് LDFന് അന്നവർ പറഞ്ഞത് 6 സീറ്റാണ് പറഞ്ഞത്, UDFന് 14 സീറ്റാണ് പറഞ്ഞത്. കിട്ടിയതോ LDFന് 18, UDFനോ 1. 14 പറഞ്ഞെടുത്ത് 1 കിട്ടി UDFന്. ഞങ്ങൾക്ക് 6 പറഞ്ഞെടുത്ത് 18 കിട്ടി. യഥാർത്ഥത്തിൽ 18 കിട്ടുമെന്ന് ഞങ്ങൾ പോലും അന്ന് കണക്കാക്കിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. ഒരു സർവേക്കാരനും കണ്ടെത്താൻ കഴിഞ്ഞില്ല 18 കിട്ടുമെന്നത്. യഥാർത്ഥത്തിൽ ആ മൂവാറ്റുപുഴ സീറ്റിൽ ഞങ്ങൾ തോറ്റത് 200 വോട്ടിനാണ്, ഒരു പാർലമെൻറ്റ് സീറ്റ്. ഈ സർവേ റിപ്പോർട്ട് ഉണ്ടാക്കിയ കുഴപ്പം കൊണ്ടാണ് ആ സീറ്റ് തീറ്റുപോയത്. കാരണം നേരത്തെ സർവേ പറഞ്ഞത് 6 പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും ഒരിക്കലും ജയിക്കൂല എന്ന് നമ്മുടെ ആളുകൾ വിചാരിച്ചു. ഒരു ചെറിയ വ്യത്യാസം അടുത്ത് വരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സീറ്റും കൂടി ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു, 19-ലെത്തുമായിരുന്നു. മറ്റൊന്നും കൂടി ഞാൻ പറയുക, 2011 VS ഗവൺമെൻറ് ഇലക്ഷൻ നേരിട്ടു. എല്ലാ സർവേ റിപ്പോർട്ടുകാരും പറഞ്ഞു ഇടതുപക്ഷത്തിന് 40 സീറ്റേ കിട്ടുമെന്ന് പറഞ്ഞു. UDFന് 100 സീറ്റ് പ്രഖ്യാപിച്ചു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയത്രയാ? ഇടതുപക്ഷത്തിന് 68, UDFന് 72. 4 സീറ്റിൽ ഞങ്ങൾ പരാജയപ്പെട്ടത് 400-ൽ താഴെ വോട്ടുകൾക്കായിരുന്നു. ഈ ഒരു 68 കിട്ടും എന്ന് ആരെങ്കിലും ഒരു സർവേക്കാരൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ 4 സീറ്റും കൂടി ഞങ്ങൾ ജയിച്ച് ഞങ്ങളന്ന് ഭരണത്തിൽ വരുമായിരുന്നു. അപ്പോൾ ഒരു സർവേ റിപ്പോർട്ടും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് നേരത്തെ ഉണ്ടായിട്ടുള്ള സർവേ റിപ്പോർട്ടുകളാണ്. ചെങ്ങന്നൂർ ഇലക്ഷൻ നിങ്ങളുടെ ജില്ലയിലല്ലേ നടന്ന്? അന്ന് ഇലക്ഷന് മുമ്പുള്ള സർവേ റിപ്പോർട്ട് എന്തായിരുന്നു? അല്ലേ UDF ജയിക്കുമെന്നല്ലേ? പോളിങ്ങിന് ശേഷമല്ലേ ഇടതുപക്ഷം ജയിക്കും എന്ന് സർവേക്കാർ പറഞ്ഞത്? അപ്പോൾ ഈ സർവേ നടത്തിക്കുന്നത് ആരാണ്, ഏത് ഏജൻസിയാണ് സർവേ നടത്തുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് സർവേ ഫലം പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സർവേ ഫലങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനവിധി അട്ടിമറിക്കാൻ കഴിയില്ല. ജനങ്ങളുടെ ഇച്ഛ അട്ടിമറിക്കാൻ, സ്വാധീനിക്കാൻ കേരളത്തിൽ ഇത്തരം സർവേ റിപ്പോർട്ടുകൾ വഴി സാധ്യമല്ല. ഇങ്ങനെ സർവേ നടത്തി ഈ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചാനലുകാരും ഇതൊക്കെ ഒന്ന് ആലോചിക്കുന്നതാണ്. അത്തരം ആളുടെ വിശ്വസ്തതയാണ് ഇല്ലാതാവുക എന്നത് അവരാലോചിക്കണം. ആ ചാനലുകാർ ഞങ്ങൾ ഇന്നേ ഈ നീർസറിൻ്റെ ആണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ നീർസറികാർക്ക് പൈസ കൊടുത്തത് ഈ ചാനലായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള സർവേ റിപ്പോർട്ടുകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള ധാരണ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. മുൻകാലങ്ങളെല്ലാമുള്ള സർവേ റിപ്പോർട്ടുകളുടെ ഗതി തന്നെ ഈ സർവേ റിപ്പോർട്ടിന് സംഭവിക്കും. ഇപ്പം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന സർവേ റിപ്പോർട്ടും ഞങ്ങളെ സഖാക്കൾ വിശ്വസിക്കരുത് എന്നാണ് ഞാൻ പരസ്യമായിട്ട് പറയുന്നത്. കാരണം ജനങ്ങൾക്കിടയിൽ പോയി പ്രവർത്തിക്കുക,
നേരിട്ട് മുഴുവൻ ആളുകളെയും പോയിട്ട് സമീപിക്കാനുള്ള സ്ക്വാഡ് LDF-ന് ഇപ്പോൾ കേരളത്തിലുണ്ട്. ചിലർ കാര്യങ്ങൾ തുറന്നു പറയും, നിങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറയും. ചിലർ കാര്യങ്ങൾ തുറന്നു പറയില്ല. ഇതെല്ലാ തിരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഉള്ള അനുഭവമാണ്. ഒരു 10% വോട്ടർമാർ കേരളത്തിൽ ഇലക്ഷൻ്റെ അടുത്തെത്തുമ്പോഴേ നിലപാടെടുക്കുള്ളൂ. ഇപ്പോഴൊന്നും ഒരു നിലപാടും എടുത്തിട്ടുണ്ടാവില്ല കുറേ ആളുകൾ. സ്ഥാനാർത്ഥികളെപ്പോലും പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ, ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് ഇത്തരം അഭിപ്രായ പ്രകടനം നടത്താൻ ശ്രമിക്കുന്നത് അത് ജനങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമം മുൻകാലങ്ങളിലൊന്നും കേരളത്തിൽ വിജയിക്കാത്തതുപോലെ തന്നെ ഇത്തവണയും ഇത് സ്വാധീനം ചെലുത്താൻ പോകുന്നില്ല എന്താണ് വസ്തുത. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഈ ഇലക്ഷനിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തവണ BJP അവർക്ക് ചില മണ്ഡലങ്ങളിൽ ഒരു പ്രവർത്തനവും നടക്കുന്നതായിട്ട് കാണുന്നില്ല. RSSകാരാണ് BJPയുടെ ഏറ്റവും വലിയ പ്രവർത്തനം സംഘടിപ്പിക്കുന്നവർ. ചില മണ്ഡലങ്ങളിൽ ഉള്ള RSSകാർ ആ മണ്ഡലത്തിൽ നിന്ന് മാറി മറ്റു ചില മണ്ഡലങ്ങളിലേക്ക് പോയി കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിൽ കുറേയധികം മണ്ഡലങ്ങളിൽ BJPക്കാർ ഇപ്പോൾ ചെയ്യുന്നത് LDFകാരുടെ വീട്ടിൽ പോയി LDFൻ്റെ വോട്ട് BJPക്ക് ചെയ്യണമെന്ന് പറയുക. കോൺഗ്രസ്സുകാരുടെ വോട്ടിൽ സ്വാധീനിക്കാനേ ചില മണ്ഡലങ്ങളിൽ BJP ശ്രമിക്കുന്നില്ല. ഇതിന് തന്ത്രം എന്താ? ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുറക്കുക. ഈ തന്ത്രമാണ് RSS ഇത്തവണ പ്രയോഗിക്കുന്നത്. BDJSന് വിട്ടുകൊടുത്ത മണ്ഡലങ്ങളിൽ ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ കുറച്ച് പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. ബാക്കി മണ്ഡലങ്ങളിലൊന്നും BJP ഒരു പ്രവർത്തനവും ഇപ്പോൾ നടത്തുന്നതായിട്ട് കാണുന്നില്ല. ഇത് BJPയും UDFും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇന്നലെ തിരുവനന്തപുരത്തെ DCC സെക്രട്ടറി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് പ്രവർത്തകന്മാർ പ്രവർത്തനത്തിന് വരുന്നില്ല, എല്ലാവരും കുമ്മനത്തിൻ്റെ കൂടെ പോകുന്നു എന്ന് DCC സെക്രട്ടറിക്ക് പരിതപിക്കേണ്ടി വന്നു. സുരേഷ് ഗോപിയുടെ കൂടെ ഗുരുവായൂരിലൊരു കോൺഗ്രസിൻ്റെ കൗൺസിലർ ഇന്നലെ സുരേഷ് ഗോപിയുടെ കൂടെ പോയി എന്നുള്ള വാർത്ത വന്നു. ഇത്തരത്തിൽ കോൺഗ്രസ്സുകാർ പലയിടങ്ങളിലും BJPയിലേക്ക് മാറുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കള്ളക്കളിയാണിത്. ചില മണ്ഡലങ്ങളിൽ UDFനെ BJP സഹായിക്കുക, അതിന് പ്രത്യുപകാരമായി മറ്റു ചില സ്ഥലത്ത് BJPയെ കോൺഗ്രസ് സഹായിക്കുക. ഇങ്ങനെയുള്ളൊരു അവിശുദ്ധ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ കൂടി തോൽപ്പിച്ച് വിജയിക്കാൻ കഴിയുന്ന വിധത്തിൽ LDFൻ്റെ വോട്ട് ഓരോ മണ്ഡലത്തിലും വർദ്ധിപ്പിക്കുക എന്താണ് ഈ കൂട്ടുകെട്ടിനെയും തോൽപ്പിച്ച് 1991 വടകരയിൽ കോലീബി സഖ്യത്തെ തോൽപ്പിച്ചതുപോലെ ഒരു മുന്നേറ്റം അത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാക്കാൻ ജാഗ്രത പാലിക്കണം എന്ന് LDF എല്ലാവരോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഇലക്ഷൻ പ്രവർത്തനമാണ് LDF ഇത്തവണ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ചോദ്യമാണല്ലോ പ്രധാനം. അങ്ങനെ ഇതൊന്നും നിരോധിച്ചത് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. അങ്ങനെ പറയുന്നതിനെ നിരോധിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. പക്ഷെ ജനങ്ങൾ ഇതൊക്കെ വിലയിരുത്തും. ഞങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ സർവേ പ്രസിദ്ധീകരിച്ചത്, വിശ്വസിക്കാം. അത് ആ നിലയിലും ഇത് എടുക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സർവേ കാര്യമൊന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് കേരളത്തിൽ എല്ലാ ബൂത്തുകളിലും പോകാൻ ഇപ്പോൾ പൂർണ്ണമായിട്ട് കഴിയും. എല്ലാ വീടുകളിലേക്കും പോകാൻ പറ്റുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ജനങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ച് കിട്ടുന്ന വിവരങ്ങൾ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിലൊക്കെ എല്ലാവരും റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് ഓരോ വോട്ടറെയും പരിശോധിച്ചിട്ടാണ് ഞങ്ങളുടെ സർവേ. സാമ്പിൾ സർവേ അല്ല ഞങ്ങൾ നടത്തുന്നത്.
മൂവാറ്റുപുഴ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞത് ചില ഇതിൽ ആളുകൾ ധരിക്കും ഇത്ര വലിയ വ്യത്യാസമാണെങ്കിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ സർവേ ഇങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് മുൻകൂട്ടി. 2011 അനുഭവം ഞാൻ പറഞ്ഞു. BS ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ഇതായിരുന്നു സർവേ. 40 സീറ്റേ കിട്ടും. നമ്മുടെ സഖാക്കൾ തന്നെ പറഞ്ഞു ഒരു ഭരണമൊന്നും കിട്ടൂലല്ലോ എന്നൊരു ചിന്താഗതി ഉണ്ടാക്കി. അത്തരം ചിന്താഗതി ഉണ്ടാക്കാൻ ഇതുകൊണ്ട് ചെറിയ ആളുകളെയെങ്കിലും സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയേണ്ടത്, ഇതിടയായിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പത്രസമ്മേളനത്തിൽ പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ടായിരത്തി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ സർവേ റിപ്പോർട്ടുകളും നേരത്തെ ഇടതുപക്ഷത്തിനെതിരായിരുന്നു. ഞങ്ങൾക്ക് 91 സീറ്റാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അന്ന് ഇടതുപക്ഷത്തിന് 60 സീറ്റാണ് സർവേക്കാർ നൽകിയത്. പക്ഷേ ആ സർവേ റിപ്പോർട്ട് ശരിയായില്ല. പിണറായി വിജയൻ വന്നു. പക്ഷേ ഉമ്മൻചാണ്ടി പൂർണ്ണമായി ആ സർവേ റിപ്പോർട്ട് വിശ്വസിച്ചിട്ട് കൗണ്ടിങ് കഴിഞ്ഞ് മുഴുവൻ സീറ്റ് വണ്ടിത്തീരുന്ന സന്ദർഭത്തിലും ഉമ്മൻചാണ്ടി തോൽവി സമ്മതിച്ചില്ല. അത് ഈ സർവേ റിപ്പോർട്ടുകളെ അദ്ദേഹത്തെ അന്ന് നല്ലതുപോലെ സ്വാധീനിച്ചു. അതിൽ ഈ ചോദ്യങ്ങൾ തയ്യാറാക്കി കൊടുത്ത ആരാ? ഒരു ടെലിവിഷൻ ചാനലിലെ 2 പേർ ചേർന്ന് തയ്യാറാക്കിയ ചോദ്യങ്ങളല്ലേ? ആ ചോദ്യങ്ങൾക്ക് തയ്യാറാക്കി കൊടുത്ത ആളുകൾക്ക് ഇന്ന ഉത്തരം എടുക്കണമെന്ന് വരുമ്പോൾ അതിനനുസരിച്ച് ചോദ്യങ്ങളാണ് ചോദിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തിന് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും അനുകൂലമാണെന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ അത് CPM എതിരാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നത് ചോദ്യം ചോദിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? ഗവൺമെൻറ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഗവൺമെൻറ് എതിരായിട്ട് ഇപ്പോൾ ആരും അധികം പറയില്ല. എല്ലാവരും ഇപ്പോൾ ഗവൺമെൻറ് അനുകൂലമായിട്ട് പറയും. അതുകൊണ്ട് അതെല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുക, മറ്റൊരു ഭാഗത്ത് ഇത് പറയുക. ഉദ്ദേശം എവിടെ എത്തിക്കണം? UDFന് മുൻകൈ ഇടുന്ന ഒരു ന്യൂസ് വരുത്തണം. അതാണ് ഇത് നടന്നത്. അത് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 5 മണ്ഡലങ്ങളിൽ ധാരണയുണ്ട്. ഒന്ന് കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം, കൊല്ലം, വടകര. ഈ മണ്ഡലങ്ങളിൽ ഇവർ തമ്മിൽ പരസ്പര യോജിപ്പോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ടാവും, വോട്ട് മാറ്റി ചെയ്യും. ഇതാണ് കരാർ. ഇത് മുൻകാലങ്ങളിൽ ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? 40,000 വോട്ടാണ്. തദ്ദേശഭരണ ഇലക്ഷൻ ആയപ്പോൾ അത് 1 ലക്ഷത്തിലധികമായില്ലേ? അസംബ്ലി ഇലക്ഷൻ ആയപ്പോൾ ആയില്ലേ? അപ്പോൾ ലോക്സഭാ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ BJPക്ക് അത്ര വോട്ടേ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പല മണ്ഡലത്തിലും BJPയുടെ വോട്ട് മാറ്റി ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ ഈ പരസ്പര ബന്ധം ഈ സ്ഥലത്ത് പ്രകടമാണ്. ഇപ്പോൾ കണ്ണൂരിൽ മത്സരിക്കുന്നത് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. പക്ഷെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല കണ്ണൂരിൽ BJPക്ക് വേണ്ടി. ആ CK നടക്കുക, അദ്ദേഹത്തിൻ്റെ കൂടെ RSSകാരെ കാണുന്നില്ല. വടകരയിൽ എന്താണ് സ്ഥിതി? BJPയുടെ സ്ഥാനാർത്ഥി എവിടെ? വടകരയിൽ ആർക്കും അറിഞ്ഞുകൂടാ ആ സ്ഥാനാർത്ഥി എവിടെയാണ്. കോഴിക്കോട്ടാണെങ്കിൽ കോൺഗ്രസ് വലിയ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആ വിവാദത്തിൽ ഒരഭിപ്രായവും BJP പറഞ്ഞില്ലല്ലോ. എന്താണ് കോഴിക്കോട്ടെ MK രാഘവൻ ചെന്നുപെട്ട പ്രശ്നത്തെക്കുറിച്ച് BJPക്ക് അഭിപ്രായമില്ലാത്തത്? അവിടെ കൊല്ലത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി അച്ചടിച്ചിറങ്ങിയ എല്ലാ നോട്ടീസും നിങ്ങൾ നോക്കിക്കോ. ഒരു നോട്ടീസിൽ പോലും നരേന്ദ്രമോദിക്കെതിരായി വിമർശനമില്ല. BJPക്കെതിരായിട്ടുള്ളൊരു വാചകം പോലും പറയാതെ എന്തുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നത്? ഇതൊക്കെ യാദൃശികമായി വരുന്ന കാര്യമാണോ? ഇവിടെ എറണാകുളത്ത് മത്സരിക്കുന്ന അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹത്തിൻ്റെ കൂടെ ഏതെങ്കിലും RSSകാരനുണ്ടോ? അൽഫോൺസ് കണ്ണന്താനം വെറുതെ അവിടെ ഇവിടെ ഓടി കിടക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ BJPക്കാരൊന്നും കാണുന്നില്ല. അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായതിന് ഇഷ്ടപ്പെടാത്തവരാണ് കേരളത്തിലെ RSSകാർ. ഒരു സ്വീകരണം പോലും കൊടുത്തിട്ടില്ലല്ലോ അൽഫോൺസിന്. അദ്ദേഹം എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് മന്ത്രിനെ വേണോ MP-നെ വേണോ എന്നും ചോദിച്ച് അൽഫോൺസ് നടക്കുക എന്നല്ലാതെ ഏതെങ്കിലും BJPക്കാരൻ അദ്ദേഹത്തിന് വേണ്ടി എറണാകുളത്ത് വോട്ട് പിടിക്കുന്നുണ്ടോ? ഇതെല്ലാം യാദൃശികമായി വരുന്നതാണോ? അപ്പോൾ അത്തരം കാര്യങ്ങൾ ജനങ്ങൾ പരിശോധിക്കട്ടെ. അങ്ങനെ 91 കൂട്ടുകെട്ടുണ്ടാക്കി വടകരയിൽ ജയിച്ചില്ലല്ലോ.
ഇത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു, 5 സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പായി എന്നല്ലേ കോടിയേരി പറയുന്നു. ഉറപ്പായി എന്നല്ല, 5 സീറ്റിൽ തോൽപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടിനെയാണ് 91-ൽ വടകരയിൽ തോൽപ്പിച്ചത്. ആ വടകര ആവർത്തിക്കും ഈ 5 സീറ്റിൽ. ശബരിമലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതി വിധിയാണ് സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ചുണ്ടായിട്ടുള്ള വിധി. ആ വിധി ആദ്യം കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്തു. ഇന്ന് വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി അത് ചരിത്ര പ്രാധാന്യമുള്ള വിധിയാണെന്നാണ് പറഞ്ഞത്. അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ലേ? BJPക്ക് വേണ്ടി RSS നേതാവ് ഭയ്യാജി ജോഷി ഇത് ഏറ്റവും നല്ല സ്വാഗതാർഹമായ വിധിയാണെന്നാണ് സുപ്രീം കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞത്. കേരളത്തിലെ RSSൻ്റെ തലവൻ ഗോപാലൻകുട്ടി മാസ്റ്റർ പറഞ്ഞ അഭിപ്രായം ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, RSSൻ്റെ അഭിപ്രായമാണ് ഈ വിധിയിൽ കൂടി പുറത്തു വന്നിട്ടുള്ളത്. ഇങ്ങനെല്ലാം പറഞ്ഞ നിലപാടെല്ലാം അവർ സ്വാഗതം ചെയ്തൊരു വിധിയായിരുന്നില്ലേ സുപ്രീം കോടതി വിധി? ഞങ്ങളും ആ വിധിക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞെടുത്ത് ഉറച്ചു നിന്നു. ബാക്കിയുള്ളവർ നാമജപം കണ്ടപ്പോൾ മാറി. ഇതല്ലേ ഇവിടെ സംഭവിച്ചത്? അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷം സ്ത്രീ പുരുഷ സമത്വം, ലിംഗസമത്വത്തിന് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. ആ നിലപാടിൽ ഞങ്ങൾക്ക് യാതൊരുവിധ മാറ്റവുമില്ല. നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ കാലത്ത് ഏറ്റെടുക്കേണ്ടത് സ്ത്രീ പുരുഷ സമത്വമാണ്, സ്ത്രീ പദവി ഉയർത്തലാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിലൊരു നവോത്ഥാന മുന്നേറ്റ മുദ്രാവാക്യമാണ്. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അല്ല, വിശ്വാസികളൊന്നും ഞങ്ങൾക്കെതിരല്ല. വിശ്വാസികളെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ഞങ്ങൾക്കെതിരാണ്. വിശ്വാസികളെന്ന് പറയുന്ന BJPക്കാരും എതിരാണ്. മറ്റ് വിശ്വാസികളൊന്നും ഇടതുപക്ഷ മുന്നണിക്കെതിരല്ല. വിശ്വാസികളിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷക്കാരാണ്. അതുകൊണ്ട് ആ വിശ്വാസികളൊന്നും ഇടതുപക്ഷത്തിനെതിരല്ല എന്നാണ് വസ്തുത. ക്ഷേത്രങ്ങളിൽ പോകുന്നവരെല്ലാം നല്ലൊരു വിഭാഗം ഇടതുപക്ഷക്കാരല്ലേ പോകുന്നത്. ഞങ്ങൾ ഇടതുപക്ഷക്കാരും ക്ഷേത്രത്തിൽ പോകണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ശബരിമലയിൽ പോയിക്കൊണ്ടിരുന്നവരെല്ലാം കോൺഗ്രസ്സുകാരും BJPക്കാരാണോ? എല്ലാ ക്ഷേത്രങ്ങളിൽ പോകുന്നവരിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷക്കാർ തന്നെയാണ്. അങ്ങനെയുള്ള വിശ്വാസികൾ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുള്ള കോൺഗ്രസ്സുകാരായ വിശ്വാസികൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും. രാഷ്ട്രീയമുള്ള BJPക്കാരായ വിശ്വാസികൾ BJPയുടെ കൂടെ നിൽക്കും. ഇതുകൊണ്ട് മറ്റു മാറ്റങ്ങളൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. അല്ല, ഇത് ലോകസഭയിലേക്ക് നടക്കുന്നൊരു ഇലക്ഷനാണല്ലോ. ശബരിമലയിലെ വിധി ശരിയാണോ തെറ്റാണോ എന്നൊരു തീരുമാനിക്കേണ്ട ഇലക്ഷനല്ലേ ഇത്? ശബരിമല സംബന്ധിച്ച് തീരുമാനമെടുത്തത് സുപ്രീം കോടതിയുടെ വിധിയാണത്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തീരുമാനമല്ല. സുപ്രീം കോടതിയുടെ വിധി സംബന്ധിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള ഇലക്ഷനല്ല ഈ ലോകസഭാ ഇലക്ഷൻ. സുപ്രീം കോടതിയാണെങ്കിൽ ഒരു ലോകസഭാ സീറ്റിൽ ഇത്തവണ മത്സരിക്കുന്നുമില്ല. പിന്നെ ഇത് സുപ്രീം കോടതി വിധി ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ ഒരു ഇലക്ഷൻ തീരുമാനിക്കപ്പെടാൻ സാധിക്കും? അതുകൊണ്ട് ആ ചോദ്യം തന്നെ ഒരടിസ്ഥാനമില്ലാത്ത ചോദ്യമായി പോയി. ഇതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്ക് ഒരു വോട്ടും ഇത്തവണ നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക. ശരിയായ നിലപാടുകൾ സ്വീകരിച്ച കാലത്ത് വോട്ട് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലത്ത് ഞങ്ങൾക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. 1985 ഷബാനുബീഗം കേസുണ്ടായപ്പോൾ അന്ന് മൊഴിചൊല്ലപ്പെടുന്ന സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം എന്ന് സുപ്രീം കോടതി വിധിച്ചു. EMS ആ കോടതി വിധി സ്വാഗതം ചെയ്തു. അതിൻ്റെ പേരിൽ ശരീഅത്തിനെതിരാണ് CPM എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരെ ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുവിട്ടു. 1987 നിയമസഭാ ഇലക്ഷൻ നടന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗും ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ ഒരു മുസ്ലിം വോട്ട് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് പ്രചരിപ്പിച്ച് 87 ഇലക്ഷൻ നടന്നു. 87 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ.
അവിടെയൊക്കെ പ്രചരിപ്പിച്ചത് അവിടെ തോക്കുമെന്നായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 87 ഇടതുപക്ഷ മുന്നണി ജയിച്ചു. കെ നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഞങ്ങൾ തോൽക്കുമെന്ന് പ്രചരിപ്പിച്ച് ഞങ്ങൾ തോറ്റില്ല. അതുകൊണ്ട് ഇത്തവണ ഞങ്ങളെടുത്ത നിലപാട് സ്ത്രീപക്ഷ നിലപാടാണ്. സ്ത്രീപക്ഷ നിലപാടെടുത്തതിൻ്റെ പേരിൽ വോട്ട് നഷ്ടപ്പെടുകയല്ല ചെയ്യുക. 87 ഉണ്ടായതുപോലെ തന്നെ ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ 2019 ഉണ്ടാകാൻ പോകുന്നത്. മറ്റ് മതങ്ങളിൽ ഉള്ള അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തേണ്ടത് അതാത് മതവിഭാഗങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയർന്നു വരണം. ഓരോ മതവിഭാഗത്തിലുള്ള പരിഷ്കരണം ഏത് വിധത്തിൽ വേണം എന്നുള്ള അഭിപ്രായം ആ മതവിഭാഗത്തിൽ ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ നിലപാട് പ്രഖ്യാപിക്കും. ഇതിപ്പോൾ കോടതി വിധി വന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സംബന്ധിച്ച് അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ഇപ്പോൾ മത്സരം നടക്കുന്നത് ഇടതുപക്ഷ മുന്നണിയും UDF-ഉം തമ്മിലാണ്. BJP തിരുവനന്തപുരത്ത് 3-ാം സ്ഥാനത്താണുള്ളത്. ഇത്തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി 1-ാം സ്ഥാനത്തെത്തും. കഴിഞ്ഞ 2014 ഞങ്ങൾ ചെറിയ വോട്ടിൽ പിറകിലായിരുന്നു. പക്ഷേ 2015 തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അന്ന് UDF 2-ാം സ്ഥാനത്തും BJP 3-ാം സ്ഥാനത്തുമാണ്. 2015 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് തിരുവനന്തപുരത്ത് 66,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ആ തെരഞ്ഞെടുപ്പിലും UDF 2-ാം സ്ഥാനത്തും BJP 3-ാം സ്ഥാനത്തുമാണ്. ഇപ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തിരുവനന്തപുരത്തും ഇത്തവണ ഇടതുപക്ഷ മുന്നണിക്ക് 2016-നേക്കാൾ മുന്നോട്ട് പോകാൻ സാധിക്കും. ദിവാകരൻ തിരുവനന്തപുരത്ത് ജയിക്കും. BJP ഒരു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ യാതൊരു സാധ്യതയില്ല. അക്കൗണ്ട് അവർക്ക് പാർലമെന്റിൽ തുറക്കാൻ കഴിയില്ല. വേറെ എവിടെയെങ്കിലും അക്കൗണ്ട് തുറക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. തിരുവനന്തപുരത്ത് അവർ ഒരു കാരണവശാലും ഇത്തവണ ജയിക്കില്ല. ഗവർണർ സ്ഥാനം രാജിവെച്ച് വന്നതുകൊണ്ടുള്ള ആൾ ജയിക്കുമോ? വെറുതെ ആ രാജിവെച്ച് വരേണ്ട വല്ല കാര്യമുണ്ട്. അവിടെ ഐസ്വാൾട്ട് തന്നെ ഇരുന്നാൽ പോരായിരുന്നു നമ്മുടെ കുമ്മനഞ്ചിക്ക്. കോൺഗ്രസിന്റെ വോട്ട് BJP കിട്ടണമെന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണല്ലോ DCC സെക്രട്ടറി ഇന്നലെ ആക്ഷേപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കോൺഗ്രസ്സുകാർ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നില്ല, കുമ്മനഞ്ചിയെ തേടിപ്പോകുന്നു. അത് നേമത്ത് കഴിഞ്ഞ തവണ അങ്ങനെ ഉണ്ടായി. നേമത്ത് രാജഗോപാലൻ ജയിച്ച എങ്ങനെ? കോൺഗ്രസിൻ്റെ 20,000 വോട്ടാണ് മാറി രാജഗോപാൽ ജിക്ക് കിട്ടിയത്. അതുകൊണ്ടല്ലേ നേമത്തെ അക്കൗണ്ട് തുറന്നത്. കോൺഗ്രസിൻ്റെ വോട്ട് മാറി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കോൺഗ്രസ് പറയട്ടെ, എങ്കിലല്ലേ നിയമം അവിടെ ആവർത്തിക്കാൻ പോകുന്നുള്ളൂ. ഇടതുപക്ഷ മുന്നണി 10 കക്ഷികളുടെ ഒരു മുന്നണിയാണ്. 10 കക്ഷികളുടെ കൂടെ ഇടതുപക്ഷ മുന്നണിയെ പിന്താങ്ങുന്ന 5 കക്ഷികൾ കൂടിയുണ്ട്. അങ്ങനെ 15 കക്ഷികളുടെ ഒരു വിശാലമായ ഒരു വേദിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇതിലെല്ലാ കക്ഷികളും കൂടി ചേർന്ന് തീരുമാനിച്ചതാണ് 20 സീറ്റിൽ ഇന്ന പാർട്ടികൾ മത്സരിക്കണം. അത് 2 പാർട്ടികളുടെ തീരുമാനമല്ല, ഈ 10 കക്ഷികൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. ഈ 20 സീറ്റിലേക്ക് ഇന്ന കക്ഷികൾ മത്സരിക്കണമെന്നുള്ള തീരുമാനം CPI CPM തീരുമാനമല്ല, ഇടതുപക്ഷ മുന്നണിയിലെ 10 കക്ഷികളുടെ തീരുമാനമാണ്. അത് CPM അച്ചടിക്കുന്ന പോസ്റ്റാണ്. CPM അച്ചടിക്കുന്ന പോസ്റ്ററിനകത്ത് മറ്റുള്ളവർ സാധാരണഗതിയിൽ വെക്കാൻ അവരനുവദിക്കുമോ? CPM എന്ന് പറഞ്ഞ് ഒരു പേരും വെച്ച് മറ്റുള്ള പാർട്ടികളുടെ നേതാക്കന്മാരുടെ പേര് വെച്ചാൽ അവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് മാറില്ലേ? ഞങ്ങളെ കൊണ്ട് വേണ്ടാത്ത പണി നിങ്ങൾ എടുപ്പിക്കുകയാണോ?
അതങ്ങനെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമല്ല. ഇത്തവണ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ CPM അടിച്ചിട്ടുള്ളൊരു പോസ്റ്ററാണ്. എത്ര സീറ്റ് കിട്ടുമെന്ന് കൃത്യമായി പറഞ്ഞാൽ ഈ സർവേ റിപ്പോർട്ടുകാരെ പോലത്തെ ഒരാളായിട്ട് ഞാനും മാറൂലേ? ഞാൻ നേരത്തെ പറഞ്ഞു നോക്കി അതല്ലേ. ഇപ്പോഴത്തെ സ്ഥിതി നല്ല മാറ്റമാണ്. ഇത് ഒരു 23-ാം തീയതി വരെ ഇതേ ട്രെൻഡ് നിൽക്കുകയാണെങ്കിൽ 2004 ഇവിടെ ആവർത്തിക്കും. അതല്ലേ ഇതേ നില. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം സഖാവേ. ഇന്നത്തെ നില 23-ാം തീയതി വരെ നിലനിൽക്കുകയാണെങ്കിൽ ആ വാക്കും കൂടി ഓർത്തിട്ട് വേണം ഇത് റിപ്പോർട്ട് ചെയ്യാൻ. ആരുമായിട്ട് ചർച്ച നടത്തി? എപ്പോ? കാന്തപുരം എപ്പോൾ ചർച്ച നടത്തി? എപ്പോഴ്? കോഴിക്കോട് എയർപോർട്ടിൽ ചർച്ച നടത്തിയിട്ടില്ല. അദ്ദേഹം ചർച്ച നടത്തിയത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കണ്ണൂർ വിമാനത്താവളത്തിൽ വെച്ച് കാന്തപുരം വന്ന് ഇറങ്ങുന്ന സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയും അവിടെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കണ്ടപ്പോൾ കാന്തപുരത്തിന് കൈ കൊടുത്തു. ഞാൻ കണ്ടാലും രാഹുൽ ഗാന്ധി കൈ കൊടുക്കും. അല്ല, ഞാൻ കണ്ടാലും രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുക്കും. അതിൽ യാതൊരുവിധ അപാകതയുമില്ല. ശരി, ഇനി ചോദ്യങ്ങൾ കൂടുതൽ വേണ്ടല്ലോ അല്ലേ? ശരി. ഏറെ തിരക്കുകൾക്കിടയിലും പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. സർവേകളെക്കുറിച്ചും ഒപ്പം തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെക്കുറിച്ചും മറ്റ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെക്കുറിച്ചുമെല്ലാം അദ്ദേഹം വളരെ വിശദമായി പറയുകയുണ്ടായി. സർവേകളെയൊക്കെ കോടിയേരി തള്ളിക്കളയുന്നത് നമ്മൾ കണ്ടു. നേരത്തെയും ഇത്തരത്തിൽ സർവേകൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴെല്ലാം LDFനെ താത്തിക്കെട്ടിയപ്പോഴെല്ലാം വളരെ മികച്ച വിജയം ഇടതുമുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇത്തവണയും ആവർത്തിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ സാമ്പിൾ സർവേ പോലെയല്ല, കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും എല്ലാ വീടുകളിലും എത്തി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ആളുകൾ ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ട്. അവരുടെ ജോലി കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ആശങ്കകളും ഇല്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി.